പിന്നെ ശിഷ്യഗണങ്ങൾ ഫേമസ് ആയവരൊക്കെ ഉണ്ട്. തൽക്കാലം എനിക്ക് അവരുടെ പേരൊന്നും പറയാൻ താല്പര്യമില്ല. എന്താ പറയാ, നമ്മളെ ഗുരുവായിട്ട് കാണാൻ താല്പര്യമില്ലാത്തവര് നമ്മളെ പറയേണ്ട കാര്യമില്ല. അവര് പുറത്തൊക്കെ കുറെ കുട്ടികളുണ്ടല്ലോ ഇന്ത്യക്ക് പുറത്ത്, അവരൊക്കെ വിളിക്കും. പക്ഷെ അങ്ങനെ സ്ഥിരമായിട്ട് കുറച്ച് കുട്ടികളുണ്ട്, നല്ല കുട്ടികൾ. അവര് വിളിക്കും, വരുമ്പോ എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരും. അതൊക്കെ ഉണ്ടെങ്കിലും അവരെ പേര് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അവരിന്നും എൻ്റെ മക്കളെ പോലെ എൻ്റെ കൂടെയുണ്ട്. അല്ലാതെ ചിലര് നൃത്തം സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്ന ഇതുകൊണ്ട് ഉപജീവനം, നമ്മൾ ഹരിശ്രീ മോല് പഠിപ്പിച്ചിട്ട് ഉപജീവനം വരെ അവർ അതുകൊണ്ട് നടത്തുന്നവര് പോലും നമ്മളെ പേര് പറയാൻ മടിയുള്ളവരുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അവരെ പേര് പറയണ്ടല്ലോ. ശരി, അത് ശരിയല്ല. നമ്മൾ പ്രസവിച്ച മക്കളൊന്നുമല്ല. പ്രസവിച്ച മക്കളാണെങ്കിൽ ആ മോനായാലും മോളായാലും എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ ക്ഷമിക്കുള്ളൂ. മറ്റത് നമ്മൾ ക്ഷമിക്കേണ്ട കാര്യമില്ല. അവര് പോയിക്കോട്ടെ, അവരെ വഴിക്ക് പോയിക്കോട്ടെ, നന്നായിക്കോട്ടെ. നമുക്ക് എന്നാലും അവരുടെ മനസ്സിലും ഉണ്ടാവുമല്ലോ ആള് മുഖാന്തരാണ്. പക്ഷെ ഞാൻ എന്നിട്ട് അന്വേഷിച്ച് വന്നപ്പോഴേ പല കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ ഞാൻ ഇത് ഗിരിജോട് പറഞ്ഞ പോലെ വേറെ ചില ഡാൻസ് ടീച്ചർമാരുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവര് പറയണേ, ഈ വ്യക്തി എൻ്റെ അടുത്തും പഠിച്ചതാ, അല്ലെങ്കിൽ മറ്റേ കുട്ടി എൻ്റെ അടുത്ത് പഠിച്ചതാ, എൻ്റെ പേരും പറയാറില്ലടോ സത്യഭാമേ എന്ന് പറയുമ്പോൾ അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചോ ശരിയാ, അപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ എന്നിട്ടൊരു വാക്ക് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു നർത്തകിയാ. ഫേമസ് ആയെന്ന് ഞാൻ പറയണം, എന്താ അറിയോ, അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർ ഫേമസ് ആവും. ഫേമസ് ആയുള്ള ഒരു കുട്ടി, ആ കുട്ടി പറയണത് 10-17 വർഷം ഒരു സ്ഥലത്ത് പഠിച്ചു, 3-4 കൊല്ലം എൻ്റെ അടുത്ത് പഠിച്ചു. ആ 17 വർഷം പഠിപ്പിച്ച ആൾക്കാർ, ആ ആള് ഭയങ്കര ഒരു ഗുരുവായിരിക്കും അല്ലേ. പിന്നെ എന്തോ ആയിക്കോട്ടെ, കയ്യും കാലമൊക്കെ നിവർത്തി കൊച്ചിനെ ഒന്ന് റെഡിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ 17 വർഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു നീണ്ട കാലയളവല്ലേ, നീണ്ട ഒരളവാണ്. എന്നിട്ട് പിന്നീട് ആ കുട്ടി പല സ്ഥലങ്ങളിലും പോയി ഒക്കെ പഠിച്ചു, പല ആവശ്യങ്ങൾ വരും പഠിച്ചതായിരിക്കാം. എന്നിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയണം, ഇത്ര കാലം ഞാൻ എന്താ പഠിച്ചേ, എൻ്റെ കണ്ണിലും ചെവിയിലും ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ നമുക്കൊരു ഫീല് വരും. അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. പാടുണ്ടോ? ഇപ്പൊ വീട്ടില് അല്ല, ഞാൻ ഊഹിക്കുന്നാണേ, ചിലപ്പോൾ കുട്ടിക്ക് സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും മറ്റേ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പ്രൈസ് കിട്ടിയ കുട്ടിയായിരിക്കും. അറിയാതെ ഒന്നും പ്രൈസ് കിട്ടില്ലല്ലോ. അതെന്താ കുട്ടീന് എന്തോ ഒരു അറിവുള്ളത് പോലെ. സത്യമായിട്ടും എനിക്ക് പെർട്ടിക്കുലർ പേരറിയില്ല. ചേച്ചി ഉദ്ദേശിക്കുന്ന ഏകദേശം എനിക്ക് അല്ല ഞാൻ പറയണേ, അങ്ങനെയുള്ള കുട്ടികൾ. അപ്പൊ ഇത്രയും കാലം ഞാൻ എന്താ പഠിച്ചതെന്ന് ചോദിക്കുമ്പോഴേ, ഒരു അമ്മ ഒരു കൊച്ചിനെ പ്രസവിച്ച് വളർത്തി കൊണ്ടുവന്ന് നേഴ്സറിയിൽ പോയി, ഡേ കെയർ പോലെ തുടങ്ങാം, ഡേ കെയർ പോയി. ഇപ്പോഴത്തെ കാലത്ത് പണ്ട് അതൊന്നും ഇല്ല. പിന്നെ 1-ാം ക്ലാസ്, UKG LKG ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് 1-ാം ക്ലാസ് 10-ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് ആ കുട്ടി കളക്ടറായെന്ന് വിചാരിക്കാം. അവരെ മോള് അമ്മ കളയോ? കളക്ടറായി മോള്, പിന്നെ എന്ത് ചെയ്യണം? അപ്പം അമ്മേനെ എന്ത് ചെയ്യും? വേണ്ടെന്ന് വെക്കുക. അമ്മയ്ക്കൊരു 90 വയസ്സായി, അമ്മയെ കളയോ? ചെറുപ്പക്കാരത്തി അമ്മയെ കൊണ്ടുപോവാ, എനിക്കിനി നിങ്ങളെ വേണ്ട എന്ന് പറയുമോ? ഇല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഗുരുക്കന്മാര് അല്ലേ. ഗുരുവിനെ ഒരിക്കലും നമ്മള് മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ നമ്മളെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന, എന്നെയൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന മാതാപിതാ ഗുരു ദൈവം. അതായത് ദൈവത്തിനേക്കാളും മുന്നിലാണ് ഗുരുവിന്റെ സ്ഥാനം. മനസ്സിലായോ? മാതാവും പിതാവും കഴിഞ്ഞാൽ പിന്നെ ഗുരുവിനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് ദൈവമുള്ളൂ. മാതാപിതാ എനിക്കൊക്കെ ഗുരുത്വം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാ ഗുരുക്കന്മാരോടുള്ള ബഹുമാനം കൊണ്ട് തന്നെയായിരിക്കണം. അല്ലെന്നേ ഗിരിജ, അതിനകത്ത് മെയിനായിട്ട് മാതാപിതാ ഗുരു, 3-ാം സ്ഥാനം ഗുരുവിന്, എന്നിട്ടേ ദൈവമുള്ളൂ. അതെന്താ അറിയോ, മാതാവിൻ്റെ അടുത്തും പിതാവിൻ്റെ അടുത്തും ഗുരുവിൻ്റെ അടുത്തും നല്ല ലെവലായിട്ട് വന്നിട്ട് നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി. ദൈവം പറയണാണ്. എല്ലാ പ്രശ്നങ്ങളും എല്ലാ തെണ്ടിത്തരങ്ങളും കാണിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമൊന്നുമില്ല. സത്യമായിട്ടുള്ള ജീവിച്ചാലേ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് കാര്യം അല്ലേ. ശരിയല്ല? അതിൽ വിശ്വാസം ഉണ്ടോ? നല്ല വിശ്വാസം. ശരി.